സഭ നടത്തുമ്പോഴും ഞാൻ ചിന്തിക്കുക, ചിലപ്പോൾ നമുക്കറിയാം അല്ല ഭയങ്കരമായ അഡിക്ഷൻ, മദ്യപാനത്തിൻ്റെ അല്ലെ മയക്കുമരുന്നിൻ്റെ അഡിക്ഷനിൽ നിന്ന് പുറത്തു വന്നവരുണ്ട്. ചിലപ്പോൾ അവർ പൂർണ്ണമായിട്ട് അതിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ലായിരിക്കാം. വീണ്ടും നമുക്ക് പണ്ടൊക്കെ ചെയ്യുന്ന പോലുള്ള നിയമം നമുക്ക് പെട്ടെന്ന് പറ്റത്തില്ല. ചിലപ്പോൾ ഇവർ വീണ്ടും ചിലപ്പോൾ ഈ വചനം പറയുന്നില്ലയോ, പിശാചിൻ്റെ കെണിയിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടുത്താൻ വീണ്ടും ചിലപ്പോൾ മദ്യപാനത്തിൻ്റെ അവസ്ഥയിലേക്ക് പോയാലും വീണ്ടും വാൺ ചെയ്ത് അവരെ കർത്തൃവേഷ വിലക്ക് ചെയ്യല് എടുക്കല് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നമ്മൾ ചെയ്യും. അങ്ങനെ എങ്ങനെയും ഇത് നഷ്ടപ്പെടാതെ അല്ലെ വീണ്ടും അവരതിലേക്ക് പോകും. അതായത് ചുമ്മാ പെട്ടെന്ന് കർക്കശമാതെ, അതേസമയം കർക്കശമായിട്ട് നിൽക്കേണ്ടടുത്ത് നിൽക്കുകയും സ്നേഹത്തോടു കൂടി അവർ താങ്ങുകയും ശേഷി കാണുന്നു. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ ബ്രദറെ, ഈ പാപിനിയായ സ്ത്രീയെ നമുക്കറിയാം ഭയങ്കരമായ കല്ല് അല്ലേ, കല്ല് ഉയർത്തി നിൽക്കുക. യേശുവിൻ്റെ ഒരൊറ്റ വാക്ക് മതി അവരെറിയാൻ തയ്യാറായിട്ട് നിൽക്കുക. കർത്താവ് അവിടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞില്ല, അവള് പാപം ചെയ്തില്ലെന്ന് പറഞ്ഞില്ല, ഇതൊന്നും പറഞ്ഞില്ല. നിങ്ങളിൽ പാപമില്ലാത്തവരെന്ന് പറയുന്നു ഇല്ലേ. അപ്പം മനുഷ്യനാണോ നമ്മൾ ദൈവത്തിന് മുമ്പിൽ? വചനം തന്നെ പറയുന്നുണ്ട്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല അല്ലേ. തൊണ്ട തുറന്ന ശവക്കുഴ, രക്തം ചൊരിയാൻ ബന്ധപ്പെടുന്നു അല്ലേ, എല്ലാ അരിഷ്ട മനുഷ്യൻ. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ കൃപയാൽ നമ്മെ ശുദ്ധീകരിച്ച് അല്ലേ, പല പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കും അദ്ദേഹം നീതിമാന, മറ്റുള്ളവരെ നമ്മെ ദൈവം നീതീകരിച്ച മാത്രമേ ഉള്ളൂ. നമുക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. നമുക്ക് ഇതിനകത്ത് ഇപ്പൊ ഈ വിമർശിക്കുന്നവർ പറയുന്നൊരു കാര്യം, കുറെ പേരുണ്ട്, ഇവര് ദൈവവചനത്തിൽ വെള്ളം ചേർക്കുക എന്നാ പറയുന്നത്. അതായത് ഒരാളെ ഇപ്പം നമ്മൾ തന്നെ ഇപ്പൊ ഈ ദിവസങ്ങളിൽ തന്നെ വാർത്തകൾ കാണും, എത്രയോ പേര് ആത്മഹത്യ ചെയ്യുന്നു. നമ്മള് മുൻകാലങ്ങളിൽ വിശ്വാസികളിൽ പണ്ട് അങ്ങനെ പ്രശ്നമില്ലായിരുന്നു, ഇപ്പൊ നടക്കുന്നു ഭയങ്കരമായിട്ട്. നമ്മൾ ഈ കണ്ണടച്ചിരുട്ടാക്കുന്ന പോലെ ഇരുട്ടാക്കി വെച്ചേക്കുന്നുണ്ടെന്ന് നമ്മളത് അറിയാത്ത. നമ്മളൊന്ന് കണ്ണ് തുറന്ന് നോക്കി ഒരാഴ്ചത്തെ ന്യൂസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന പോലെയുള്ളൊരു കാലഘട്ടത്തിൽ. ഒരു മതിലിനകത്ത് ചട്ടക്കൂട്ട് പോലെ വളർത്തിയ കുഞ്ഞുങ്ങൾ പഠിക്കാണെന്ന് വിദേശത്ത് പോകുന്നില്ലേ? ഈ വിദേശത്ത് പോകുന്ന കുഞ്ഞുങ്ങളിൽ ആത്മീയമായി ഏറ്റവും കൂടുതൽ ഈയിടെ അടുത്തൊരാൾ, എനിക്കിത് പുറത്തു നിന്നുള്ളൊരു വിശകലനം നടത്തിയ ഒരാൾ റിപ്പോർട്ട് ചെയ്തേക്കാണ്, ഏറ്റവും ഇൻഡിപെൻഡൻറ്റ് ചർച്ചസ്, അതായത് സ്വാതന്ത്ര്യമുള്ള ആത്മാവത്സരത്തിൽ ആരാധിക്കുന്ന നിയമങ്ങളെന്ന് പറഞ്ഞാൽ എന്തോ പാപം കോംപ്രമൈസ് ചെയ്യുന്നില്ല, പക്ഷേ വസ്ത്രധാരണത്തിലോ ഓർണമെൻറ്റ്സ് ഇടുന്ന കാര്യം ഇതൊന്നും യാതൊരു വിലക്കുമില്ലാത്ത ചർച്ചസാണ് കൂടുതലും അവിടെ. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയുള്ളതാണ് കുഞ്ഞുങ്ങൾ കൂടുതൽ ഗാദർ ചെയ്യുന്നത്. കാരണം ഞാൻ ചോദിക്കുന്നത്, നമുക്ക് എന്താണ്, നമുക്ക് വേണമെങ്കിൽ ഒരു കുഞ്ഞ് നമ്മുടെ സഭയിൽ വരുമ്പോൾ അതിനെ എന്താണ് ഇറിറ്റേറ്റ് ചെയ്യുന്നത്? യേശു എന്തോ പറഞ്ഞു, കൈ നിങ്ങൾക്ക് ഇടർച്ച വരുന്നെങ്കിൽ അല്ലേ, കണ്ണ് നിനക്ക് എന്താണ് നമുക്ക് ഇടർച്ച വരുന്നത്? അപ്പം നമ്മൾ ഈ വേർപാടം നമ്മൾ പറയുമ്പോൾ ശരിക്കും നമ്മൾ ഇപ്പം ഞാൻ അടുത്തിടെ ഞാൻ ശ്രദ്ധിക്കുക, വേർപാടം നമ്മൾ പറയുന്നു. ഈ വേർപാട് പഠിപ്പിക്കുന്ന സഭകളിൽ ഞാൻ വളരെ സ്നേഹത്തോട് തന്നെ ഞാൻ പറയാം, വളരെ ദുഃഖകരമായ കാര്യമില്ല. ഈ അടുത്തുള്ള റാന്നിയിലായിരുന്നു, എവിടെ ആയിരുന്നു സഭയ്ക്കകത്ത് നടന്ന അടിയുടെ വീഡിയോസ് കണ്ടായിരുന്നു? എവിടെ ഇരുന്നത്? അത് നമ്മൾ കണ്ടത് ഇപ്പം നമുക്ക് പല ആൾക്കാർ, ഇപ്പൊ പല സുഹൃത്തുക്കളും പല ദേശത്തൊക്കെ ഉണ്ടല്ലോ. നമ്മൾ വ്യക്തിപരമായിട്ടൊന്ന് അന്വേഷിച്ചാൽ, നമ്മൾക്ക് പലപ്പോഴും അത് ചെയ്യാറില്ല, അന്വേഷിച്ച് റാന്നിയിലുള്ളത് വിഷ്വല് കണ്ടു, വിഷ്വല് കാണാത്തത് എത്ര എണ്ണം ഉണ്ട്? അത് കണ്ടു. ഞാൻ ചോദിക്കുന്നൊരു കാര്യം, ഞാൻ നിന്ന ഒരു ആത്മീയ പിതാവ്, ഞാൻ നിന്നൊരു ദേവദാസൻ ഉണ്ടെന്നപ്പോൾ അദ്ദേഹം പറയുന്നറിയോ, നമ്മുടെ കൈ ക്രൂശിച്ചിരിക്കുമോ? ഈ കൈ ക്രൂശിരിക്കുക യേശുവിനോട് അല്ലേ, പൗലോസ് പറഞ്ഞു ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പോൾ ഈ കൈ എങ്ങനെ ഒരാടെ നേരെ എടുക്കാൻ കഴിയുന്നു? ഞാൻ ചോദിക്കുന്ന അതെന്താ സഭയെ പഠിപ്പിക്കാത്തേ? നീ മറ്റവിടെ ആദ്യം വരുന്നുണ്ട് നമ്മൾ പറയും സഹോദരി വേർപെട്ടോ, ഇത് ആഭരണം ഊരി, പച്ചയായിട്ട് പറയുമോ, ഊരിയില്ലെങ്കിൽ കർത്തൃമേശ തരത്തില്ല. എന്നാൽ അവർക്കൊരു നിയമമുണ്ട്, ഒരു സഭയ്ക്ക് ഒരു നിയമമുണ്ട്, അത് തന്നെ ചെയ്യണമെന്ന് ഞാനും പഠിപ്പിക്കുന്ന ആളാണ്. അവർക്ക് അങ്ങനെ ഒരു നിയമമുണ്ട്, അതനുസരിച്ചു. അനുസരിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതൂടെ എന്താ പഠിപ്പിക്കാത്തത്? നിന്റെ നേരെ ഒരുത്തൻ വാക്ക് പറഞ്ഞാൽ നിന്റെ നേരെ കൈ ഉയർത്തിയാൽ നീ അവിടെ ക്ഷമിക്കണമെന്ന് എന്താ പഠിപ്പിക്കാത്തത്? യേശു എന്താ പറഞ്ഞേ? എൻ്റെ നാമനിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും സകലതും കളവായി പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ അല്ലേ. അപ്പം അവിടെ തിരിച്ചു വരുമ്പോൾ ഇതൊരു ആലയമാണെന്നും അല്ലേ, ഇത് ദൈവഭയമുള്ള, ഇത് കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയാണെന്നും, സ്നാനപ്പെട്ടവരാ, വേർപെട്ടവരാ, കർത്താവിൻ്റെ വരവ് നോക്കി കാഹളം, നമ്മളതിലെ പഠിപ്പിക്കുന്ന കാഹള ശബ്ദം വരുമ്പോൾ എന്തുകൊണ്ട് ആ ഒരു കാര്യത്തിലേക്ക് ഒരാൾ വരുമ്പോൾ കൊള്ളാൻ തയ്യാറാകുന്നില്ല? ഒരു ചെള്ളക്കടിക്കുമ്പോൾ മറുചെള്ള സമാനസന്ധം ചെയ്ത് ഇതെന്താ സഭയിലേക്ക് ആ പഠനം വരാത്ത? നമ്മൾ ഈ കുറ്റപ്പെടുന്നവർ പറയുന്നല്ലോ വിശേഷത്തിലെ ശൈലി ഒത്തിരി മാറിയെന്ന്. എന്തുകൊണ്ട് അത് പഠിപ്പിക്കുന്നില്ല? വിശ്വാസികളെ പഠിപ്പിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, സ്വർണ്ണം ഉപയോഗം ഇടരുത്, അല്ലെങ്കിൽ എന്തോ അടുത്ത് വരുന്നെന്തോ ക്ലീൻ ഷേവ്, അല്ലെങ്കിൽ അവരുടെ വെള്ള. ഞാൻ ചോദിക്കുന്നത് ഈ ഒരു കാര്യം എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല വേർപാട്? ചുരുക്കം പറഞ്ഞാൽ ബൈബിള് യേശു പറഞ്ഞ പോലെ തന്നെ അവനവന്റെ കണ്ണിലെ പിതാവ് പറയുന്നത് നമ്മുടെ കണ്ണിൽ തട്ടിക്കമ്പിരിക്കുക, നമ്മളതിന് മറ്റുള്ളവന്റെ ഇത് കരടെടുക്കാനായിട്ടുള്ള ശ്രമം.
ഞാൻ തീർച്ചയായിട്ടും പറയുന്നു, നമുക്ക് തീർച്ചയായിട്ടും ഒരു ആത്മീയതയ്ക്ക് അതിൻ്റെതായ ഒരു ഭവ്യതയും പക്വതയും എല്ലാം ഉണ്ട്. നമ്മൾ എന്തുകൊണ്ട് നാമം ദുഷിക്കപ്പെടുന്ന രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുന്നില്ല? നാമം ദുഷിക്കുന്ന പ്രശ്നത്തെ എന്തുകൊണ്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്നില്ല? അതാ എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ടിരിക്കുന്ന വളരെ നല്ലതാണ്. ഇപ്പം ഈ പറയുന്ന ഡ്രസ് കോഡ് ഉൾപ്പെടെ എല്ലാം നല്ല കാര്യമാണ്. പക്ഷെ നമ്മൾ ഇതെല്ലാം ചെയ്തിട്ട് ഫലമില്ലാത്തവരായി പോകുന്നില്ലയോ? അതേസമയം അവിടെ വരുമ്പോ നീ എന്നെ അടിച്ചോടാ, എന്റെ ഈ യേശുവിനെ കുറിച്ച് എന്താ പറയുന്നത്? അടിക്കുന്നവർക്ക് മുതുക് കാണിച്ചു കൊടുത്തു, തുപ്പലിന് താൻ മുഖം മറച്ചില്ല, രോമം പിടിച്ചു പറിക്കുന്നവരുടെ മേൽ താൻ ആ ചെള്ള കാണിച്ചു കൊടുത്തു. അപ്പൊ നമുക്ക് ഞാനിപ്പോ ചിന്തിക്കും, ഞാൻ ആ ഒരു സാഹചര്യത്തിലൂടെ പോകുമ്പോൾ എങ്ങനെയാണെന്ന് നിൽക്കാം. പക്ഷെ ഞാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു, ദൈവത്തോടെ നിങ്ങൾ കൃപ ചോദിക്കൂ, നമ്മൾ അവിടെ സംയമനം പാലിച്ചു നോക്കത്തുള്ളൂ. നമുക്ക് അവരുടെ രീതിയിൽ സംസാരിക്കാൻ ഒക്കത്തില്ല. ജഡീകനെ പോലെ നമുക്ക് ഇടപെടാൻ കഴിയത്തില്ല. അപ്പം അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ജഡീകനും ആത്മീയനും തമ്മിലുള്ള വ്യത്യാസം ഡ്രസ്സിലല്ല, ഡ്രസ് കോഡിലല്ല, ആഭരണത്തിലല്ല. ആത്മീയനെന്ന് പറഞ്ഞാൽ അവന് ദൈവവചനവുമായി പരിശുദ്ധാത്മായിട്ടുള്ള ബന്ധം ഉണ്ടായിരിക്കും, അവനിൽ ദൈവഭയം ഉണ്ടായിരിക്കും. ഒരു വാക്കരുതാത്തോ പറയാനൊക്കത്തില്ല. ഞാൻ ഇപ്പോഴും ബ്രദറോട് ഞാൻ പറയാം, ഞാൻ രക്ഷിക്കപ്പെട്ട നാളിൽ എനിക്ക് ഇച്ചിരി മുൻകോപം ഉണ്ടായിരുന്നു. മീൻസ് പെട്ടെന്ന് എന്തെങ്കിലും വിഷയങ്ങൾ, ഞാൻ എന്നെക്കാളും പ്രായമുള്ള ഒരാളോട് ഒരു അസഭ്യ വാക്ക് ഉപയോഗിച്ചില്ല, ബഹുമാനമില്ലാതെ എന്തോ ഞാൻ അല്പം ശബ്ദം ഉയർത്തി സംസാരിച്ചോളൂ. എൻ്റെ ഒരു മാവി, അമ്മാവി ഇന്ന് നിത്യത വിശ്രമിക്കുക, ആ മാവി എന്നോട് പറഞ്ഞു, മോനെ നീ അങ്ങനെ കോപിക്കാൻ പാടില്ലായിരുന്നു. ഇന്നും എൻ്റെ ഹൃദയത്തിലുണ്ട്. മനസ്സിലായോ? പക്ഷെ അന്ന് ഞാൻ പാസ്റ്ററല്ല, ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന സമയം ഞാൻ ഇന്നും ഇത് ഓർക്കുന്നു. വളരെ വിശ്വാസത്തിലുള്ള വെൺമണിയിൽ എനിക്കൊരു അപ്പച്ചനുണ്ടായിരുന്നു, വളരെ വിശ്വാസി. അദ്ദേഹം വിശ്രമിക്കുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, മോനെ വിശ്വസ്തനായിരിക്കണം. അപ്പം ഞാൻ ചോദിക്കുന്നത്, നമ്മളിതെല്ലാം പറയുമ്പോൾ എന്തുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ കാരണം അമിതമായ നിയന്ത്രണങ്ങൾ എൻ്റെ കുടുംബത്തിൽ അമിതമായ സ്ട്രിക്റ്റ് ആയിരുന്നു. ഞാൻ അതുകൊണ്ട് അല്പം എൻ്റെ സൗകര്യങ്ങളൊക്കെ അല്പം തെറ്റിലേക്ക് ഞാൻ പോകേണ്ടി വന്നു. മനസ്സിലായോ? എന്നാൽ ഞാൻ ഇന്ന് എൻ്റെ മകനെ ഞാൻ വളർത്തുമ്പോൾ അവനെ അടിച്ചേൽപ്പിക്കുകയല്ല. ഞാനോട് പറയും, മോനെ വചനത്തിൽ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ ഇഷ്ടപ്രകാരവും പോകുന്നു. ഞാൻ ഒന്നും നാളെ നീ പ്രസംഗിച്ചില്ല, നിന്നെക്കുറിച്ചുള്ള വിളി അറിയാമോ, ഞാൻ പാസ്റ്ററാ, നീയും പാസ്റ്ററാ, അങ്ങനല്ല. പക്ഷെ എനിക്കറിയാം കർത്താവിൻ്റെ വിളി എന്നെ എങ്ങനെ തിരഞ്ഞെടുത്ത്. നമ്മുടെ പാസ്റ്റർ ജെറുവിൻ്റെ വീഡിയോയിൽ കണ്ടില്ലേ, അദ്ദേഹം ഒന്നുമല്ലേ ഭാര്യയോട് പറഞ്ഞു, എനിക്കൊരു ജോലിയുണ്ട് അല്ലേ, എൻ്റെ കണ്ണ് നിറയുവാണ് സത്യമായി കേട്ടോ, ഇനി നാളെ ഞാനത് അങ്ങനെ ദൈവനോട് ഇടപെട്ടാൽ നീ സമ്മതിക്കണം. പക്ഷെ എൻ്റെ ഭാര്യയോട് ഞാൻ അന്ന് വിശ്വാസിയല്ല, അത് പറയത്തക്കവണ്ണം ഞാൻ എൻ്റെ ഏറ്റവും വിലയേറിയതായ തൊഴിൽ ഉപേക്ഷിച്ച് ഞാൻ പോകുമ്പോൾ എൻ്റെ ഭാര്യ അത് അക്സെപ്റ്റ് ചെയ്തില്ല. എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തും, ഞങ്ങളുടെ ഉപജീവനമായിരുന്നു ചിത്രകല അല്ലേ. അന്ന് അതിനകത്ത് വന്നു, ഞാനൊന്നും പറഞ്ഞ കണ്ടീഷൻസ് അല്ലായിരുന്നു. പക്ഷെ തക്ക സമയത്തൊന്നും അദ്ദേഹം അതിനോട് യോജിച്ച് വന്നില്ലേ. അപ്പം അതാ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. ആ വിഷയം പറഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു മേഖലയിലോട്ടൊന്ന് ഒരു കാര്യം ചോദിക്കാം. ഇപ്പം ഇത് തന്നെ ഇപ്പം നമ്മൾ ഈ വിഷയങ്ങൾ ഏകദേശം ഒന്ന് സംസാരിച്ചു. എനിക്ക് തോന്നുന്നു ഇച്ചിലൂടെ ഇത് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടി വരും. കാരണം ഇത് നമ്മൾ സംസാരിക്കുന്നത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് വരും. തീർച്ചയായിട്ടും. അപ്പം നമുക്കിത് പിന്നെ ജാക്സൺ ബ്രദർ പറയുമ്പോൾ തന്നെ നമ്മുടെ പൊളിറ്റിക്സ് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി. പണ്ട് നമ്മൾ എങ്ങനെയായിരുന്നു, അവരെങ്ങനെ തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു, ഇതെല്ലാം ഇതിനകത്തോട്ട് രാഷ്ട്രീയവും എന്തോ ഈ ലോകത്തുള്ള ചപ്പും ചവറും എല്ലാം സഭയ്ക്കകത്ത് കയറി അതിനെ വിലക്കണം നമ്മൾ. ഈ ലോകത്തുള്ള നന്മകൾ പലതും കേറുന്നതും ഇല്ല. അങ്ങനെ ഒരു ലോകത്തിന്റെ നന്മ വശങ്ങളുണ്ട്, അത് പലതും കേറാതെ ഇരിക്കുന്നു. അല്ല, അത് പറയുമ്പോ പ്രശ്നമോ വേണ്ടെന്നാ പറയുന്നത്. അതെ, എടാ ദൈവം അനുവദിക്കുന്ന ദൈവിക നന്മ പോലും ദ്രവ്യാഗ്രഹം എന്ന് നമ്മൾ പറയുന്നു. അതിനെ വേറൊരു പിക്ചർ നമുക്ക് പിന്നെ അത് തൊട്ട് പറയാം. ഇതെന്ത് പറഞ്ഞു? അപ്പം ഞാൻ ആ ടോപ്പിക് സംസാരിച്ചുകൊണ്ട് ഇപ്പം വൈഫിനോട് സംസാരിക്കുന്നത്, ഇപ്പം ഈ സുവിശേഷ വേലയിൽ മുന്നിട്ട് നിൽക്കുന്ന പലരുടെയും ഒരു കാര്യമാണ്. ചിലർ അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് ദൈവരാജ്യമാണ് വരുന്നത്, എൻ്റെ ഫാമിലിയൊക്കെ പിന്നെ ഉള്ളത്. ചിലർ പറയും ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കും, ദൈവം തന്ന കുടുംബത്തെ നേരെ നയിക്കുക എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു ബാലൻസ് ഉണ്ടല്ലോ, അതിപ്പോ ഈ കാലഘട്ടത്തിൽ കാരണം വിഷയങ്ങൾ വേറെ മേഖലകളിലൊക്കെ പോകുന്നു. പണ്ടെന്തോ തിയേറ്ററിൽ പോയി സിനിമ കണ്ടത് പാപമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, നമ്മൾ ഇന്നും അത് പിടിച്ചോണ്ടിരിക്കുക. ഇവിടെ അതിനേക്കാളും വലിയ വിഷയങ്ങളൊക്കെ നമ്മുടെ അകത്ത് തന്നെ നടക്കുക. നമ്മൾ അതിനെ തിയേറ്ററിൽ പോകുന്നില്ല, നമ്മൾ വീട്ടിലിരുന്നോണ്ട് ഇതെല്ലാം ഉണ്ട്, ഇതെല്ലാം എൻജോയ് ചെയ്യുക. അല്ല, എൻജോയ് ചെയ്യുന്ന ഇപ്പം നമ്മൾ അതിനെയായിരുന്നു പണ്ട് കാലത്ത് ഭയങ്കര പാപമായിട്ട് പറഞ്ഞത്. അത് 3 മണിക്കൂർ കാണുന്ന ഒരു എന്റർടൈൻമെന്റ് സോണിനപ്പുറമായിട്ട് അതിൻ്റെ അകത്ത് വരുന്നില്ല. പക്ഷെ അതല്ലാതെ ഈ കൂട്ടു സഹോദരനിട്ട് പാര വെക്കുകയും അവന്റെ ഒരു ബിസിനസ് ഉണ്ട് അതിനെ തന്ത്രപൂർവ്വം പൊളിക്കുകയും ചെയ്യുന്ന സിസ്റ്റം നമ്മുടെ സഭകൾ എന്ന് പറയുന്നതിനകത്തുള്ളിൽ തന്നെ നിൽക്കുക. അപ്പൊ അതിനെ അഡ്രസ് ചെയ്യാതിരുന്ന് 3 മണിക്കൂർ സിനിമ കാണുന്നതാണ് പൗലോ തെറ്റെന്ന് പറഞ്ഞ്. ഞാൻ ഒരിക്കൽ ഞാനിപ്പം ചെങ്ങന്നൂർന്ന് ഞാനിപ്പോൾ താമസിക്കുന്ന ആ സ്ഥലത്തേക്ക്
ഞാൻ അവിടെ താമസിക്കുന്ന ഘട്ടത്തിൽ ഒരു റെൻറ്റിനൊരു കുടുംബം അടുത്ത് താമസിക്കുക. അപ്പം അവര് ഞാൻ ഈ വിശ്വാസത്തോട് വന്ന ഘട്ടമാണ്, രക്ഷയുടെ അനുഭവത്തിൽ വരും. അവര് പറഞ്ഞ് ഞങ്ങളെ ഒരു കുടുംബം ചതിച്ച്, ഒരു പേരെടുത്ത് പറഞ്ഞത് പെന്തിക്കോസ്, അറിയാമല്ലോ പെന്തിക്കോസുകാര്. ഇപ്പം പെന്തിക്കോസ് എന്ന് പറയുമ്പോൾ എന്തോ കർത്താവിന് നമുക്കറിയില്ല വേർപെട്ട ജനമെന്നല്ല ജനത്തിൽ അവർ തീർച്ചയായിട്ടും ആരെയും കുറ്റം പറയേണ്ട, പബ്ലിക് നമ്മളെക്കുറിച്ച് അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു വാഹനത്തിൻ്റെ മേലെ ഒരു വിശ്വാസി ധാരാളം പണിയുള്ള ഒരു വണ്ടി, എഞ്ചിനെല്ലാം പോയി ആർക്കും കൊടുക്കരുത് എന്ന് ഗ്യാരേജുകാരൻ പറഞ്ഞ, മനസ്സിലായോ? അത് കളിപ്പിച്ച് അവർക്ക് കൊടുത്ത് നല്ലൊരു തുകയ്ക്ക് മേടിച്ച് അവസാനം ഇവർ പിന്നീട് റിപ്പയറിങ്ങിനെ എന്താ പറഞ്ഞു, ഈ വണ്ടിയാണോ? ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞതാ, ഞങ്ങളോട് പറഞ്ഞു എന്തോ വിശ്വാസി, അല്ലെങ്കിൽ അവർ അറിയാമല്ലോ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തുകൊണ്ട് നമ്മളിൽ ആ ഫലം വരുന്നില്ല? അത് പാസ്റ്റർ പറഞ്ഞത് നമ്മൾ ഈ മൂല്യം ഇല്ലാതെ പ്രവർത്തിക്കുന്നവരെ. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത്, അദ്ദേഹം ഹിന്ദുവാണ്. അദ്ദേഹത്തിന്റെ വണ്ടി വെള്ളം കയറിയ വണ്ടിയാണ്. എന്നാൽ അതിന് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന അതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ വണ്ടിയുടെ ഡോക്യുമെന്റ്സ് അതിന് ഇന്ന ക്ലാസ്സിലാണ് പ്രശ്നമൊന്നും എല്ലാം വന്നിട്ടുണ്ട്. അദ്ദേഹം വണ്ടി വിൽക്കാൻ കച്ചവടക്കാർ വന്നപ്പോൾ ഇദ്ദേഹം ആദ്യം എന്ന് പറയുന്നത് അതെ വണ്ടി വെള്ളത്തിൽ കയറിയത് അതുകൊണ്ട് ഡോക്യുമെന്റ്സ് ഇതുണ്ട്, ഷോറൂമിലാണ് വന്നത്, ഇത്രയും കാര്യം. അത്രയും വേദം വണ്ടിയുടെ വില എങ്ങനെയും. അപ്പം ഈ ഇടനില നിൽക്കുന്നവരുണ്ടല്ലോ, അവരൊരു കുറേ നാളായപ്പോൾ അവർ മുഷിഞ്ഞു. അവർ നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് വണ്ടിക്ക് വില കിട്ടത്തില്ല, നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പൊ ഒരു തുക അങ്ങനെ ഒരു സത്യം. അപ്പം അദ്ദേഹം നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് 1 ലക്ഷം രൂപ കുറവാണ് കിട്ടുന്നത്. അപ്പം 1 ലക്ഷം രൂപ കൊടുക്കുക, ഇയാൾക്ക് 1 ലക്ഷം രൂപ വളരെ പ്രാധാന്യവുമാണ്. പക്ഷെ അദ്ദേഹം ആ സത്യസന്ധത കീപ്പ് ചെയ്യാൻ വളരെ പലപ്പോഴും നമ്മൾ ഈ പറയുന്ന സോക്കോൾഡ് ഞാൻ വിശ്വാസിയാണ്, ഞാൻ ആത്മീയതയാണ്, നമ്മൾ ഈ പറയുന്ന പോലെ ഒരാളൊന്ന് പാടുമ്പോൾ തുള്ളിച്ചാടി അയാൾ ശരിയല്ല എന്ന് പറഞ്ഞ് വിമർശിക്കുന്ന നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ കണ്ണടയ്ക്കും. അത് നമ്മൾ പരസ്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് നോക്കത്തുള്ളൂ. എൻ്റെ പിതാവിൻ്റെ ഒരു സംശയമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അവൻ വിശ്വാസിയാണ്, ഞാൻ വിശ്വാസി എന്നുകൊണ്ട് തന്നെ നമ്മൾ ഏതായാലും നമ്മൾ ഒരു വേർപാടിൻ്റെ ഒരു കാര്യങ്ങളാണല്ലോ പറയുന്നത്. ഇപ്പോൾ ഈ സുവിശേഷീകരണത്തിന് നമ്മളിൽ നിന്ന് നമ്മുടെ സ്റ്റൈല് മാറി, ലെവല് മാറി എന്നൊക്കെ പറയുന്നവരൂടെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. എൻ്റെ പിതാവ് ചോദിച്ചു, ഒരു ബിസിനസ് നടന്ന ഒരാളാണ്, അത്രയും മാത്രം അറിഞ്ഞാൽ മതി, ഇവൻ ഏറ്റവും കർത്താവിൻ്റെ കൂടെ നിൽക്കും, ഇവൻ എന്തിനാ ഇൻകം ടാക്സ് വരുമ്പോൾ ഈ ബുക്ക് കൊടുത്തുകൊണ്ട് ഓടുന്നു? ചോദിച്ച ഒരു ചോദ്യം. രണ്ടാമത്, ഈ സഹോദരി അന്യഭാഷ പറയുന്നു, എൻ്റെ പിതാവ് പറയുന്നത് ഞാൻ കാണുന്നു, വേറൊരു ഭാഷ ഭർത്താവിനോട് പറയുന്നു. ചോദിക്കുന്ന സംശയങ്ങളാണ്, ഞാൻ ചോദിക്കുന്ന കുറവുകൾ എല്ലാവർക്കും ഉണ്ട്. ജനം പബ്ലിക് ഇത് പ്രതീക്ഷിക്കുന്നു നമ്മളിൽ നിന്നുള്ള ഫലം അല്ലേ? അപ്പം നമ്മുടെ കർത്തൃമേശ എടുക്കുന്നതിൽ എനിക്കറിയാം ചീത്ത പറയുന്നവരുമുണ്ട് അല്ലേ? അപ്പം ഒരു വിശുദ്ധീകരണത്തിലേക്ക് നമ്മൾ പോകേണ്ടതിൻ്റെ ആവശ്യകത നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്, ആ വയറ്റോട്ട് ചെല്ലുന്നതല്ല തന്നെ അശുദ്ധ വായിൽ നിന്ന് പുറപ്പെടുന്ന അല്ലേ? അപ്പം ഈ ഒരു മാറ്റം സഭയ്ക്ക് വേണ്ടായോ എന്ന് ഞാൻ ചോദിച്ചു. നമ്മൾ ആ ഒരു മാറ്റത്തിലേക്ക് പണ്ട് ഞാനും ചിന്തിച്ചത്, നമ്മൾ പല കാര്യത്തിനും ഇറങ്ങിത്തരുമ്പോൾ കുഴപ്പമില്ല. ഇന്ന് നടക്കുന്ന അടികളും ഇന്ന് ചർച്ചകളെ രാഷ്ട്രീയം എല്ലാ തരത്തിലൂടെ പോകുമ്പോൾ ഒരു മാറ്റം നമുക്ക് വേണ്ടായോ? അപ്പം ആ മാറ്റം പുറമേ ഉള്ള മാറ്റമല്ല, അകത്താണ് പരിവർത്തനം നടക്കേണ്ടത്. ഞങ്ങളുടെ 3 സെൻറ്റ് സ്ഥലമാണ്, ശ്രദ്ധിക്കണം. 3 സെൻറ്റ് സ്ഥലത്തിന് ഞങ്ങൾ 3 ആൺപിള്ളേർ 2 പെങ്ങന്മാരുമുണ്ട്. മറ്റു വിവാഹാലോചനകൾ വരുന്ന ഘട്ടത്തിൽ ഞങ്ങളോട് ചേർന്ന് കിടക്കുന്ന ഇന്ന് നമുക്ക് പറഞ്ഞ സ്ഥലം പറയണ്ടല്ലോ, അപ്പം അതിൻ്റെ പുറമെ കിടക്കുന്നൊരു സ്ഥലമാണ്. അപ്പം അന്ന് ഇന്നത്തെ പോലെ എംപോർമാരി ഇതല്ലല്ലോ. അപ്പം ഈ ബ്രോക്കർ വന്ന് പറഞ്ഞു, ബേച്ചാ ഇങ്ങനെ നമ്മുടെ കൂടെ ആ പുറയത്തോടെ നിന്ന് ചുമ്മാ ഒന്ന് മൂളി വിട്ടേക്കാം, ചുമ്മാ ഒന്ന് പറഞ്ഞു വിടുക, കാരണം അവർ നോക്കുമ്പോൾ പിള്ളേരൊക്കെ കെട്ടിച്ചു. എൻ്റെ പിതാവ് പറഞ്ഞു 3 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ, ഇവരെ ഞാൻ തൊഴിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഈ കവിഞ്ഞൊന്നും പറഞ്ഞു. പിന്നെ ഒരുത്തം ഇറങ്ങണമെന്ന് പറഞ്ഞു അവനോട്, ബ്രോക്കറോട്. ഞങ്ങൾക്ക് 3 പേർക്കും വന്ന ബന്ധത അന്നത്തെ കാലത്ത് ഇന്ന് ഏറ്റവും നല്ല കുടുംബത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് 3 പേർ. കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചാൽ, സത്യത്തിന് അത്ര പവറാണ്. അതാണ് വേദോസത്തിൽ സത്യം ആരൊക്കെ കിട്ടാന്ന് പറഞ്ഞു. പുള്ളി കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അന്ന് പുള്ളി വിശ്വാസിയല്ല, ബിലീവർ അല്ല, ഒരു ഭക്തർ എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഒരു പ്രസ്സുകാരൻ പറഞ്ഞു, ഒരു പ്രസ്സുകാരൻ്റെ അടുക്കലേ അദ്ദേഹം പറഞ്ഞതാ, ഞാൻ എവിടെ ആ സ്ഥലം ഒന്നും ആരെയും വേദനിപ്പിക്കുക, നമ്മൾ പൊതുവായിട്ട് പറയും. ഒരു പ്രസ്സുകാരൻ്റെ അടുക്കലേ ഒരു വിശ്വാസി വന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ കാര്യങ്ങൾ പ്രിൻറ്റിങ്ങാണ്. ഇത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മാനേജർ ചോദിച്ചു, എന്നാ പ്രൈസ് ഇടണമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ കൂടെ കണക്കാക്കിയിട്ടാണ് പാസ്റ്റർ പറഞ്ഞു. ഒരു പുരോഹിതൻ വന്നു. ആ പുരോഹിതനും പറഞ്ഞു, അത് മാന്യമായിട്ടിട്ടു, എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിതിനൊക്കെ മെനക്കെടുന്നതല്ലേ. ഒരു ഹിന്ദു സൗരം വന്നു, സുനിശ്ചലം പറഞ്ഞു, അതിലെന്തോ ഉണ്ടോ അത് കറക്റ്റ് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. പുള്ളി ചോദിച്ചു, അയാൾ ഈ പ്രസ്ഥാനം നടന്നൊരു വിശ്വാസി, ആൾ ചോദിച്ചു, ഞാൻ ആരുടെ കാര്യമാണ് പരിഗണിക്കേണ്ടത്? വ്യത്യാസം പിടികിട്ടിയോ?
ഈ രണ്ടുപേരും അതിനകത്തൊരു മായം ചേർക്കുന്ന പോലെ അല്ലേ തനി അവർക്കുള്ളൂടെ വേണമെന്ന്. ഞാൻ എല്ലാവരുടെയും കാര്യമല്ല. അയാൾ ഒരു പ്രസ് ഉടമ പറഞ്ഞൊരു കാര്യം എന്നോട് പറഞ്ഞ ഡയറക്റ്റ് ഒരു ഹിന്ദു സഹോദരൻ വന്ന പറഞ്ഞു, അപ്പോൾ നമ്മൾ സുവിശേഷം പ്രസക്തി പറയുമ്പോൾ ജീവിതം എന്തി അവർ മാറ്റം നമ്മളിൽ വരണ്ടായോ? ഞാൻ എൻ്റെ സഭയെ നിൽക്കുന്ന അതേ വ്യക്തി എൻ്റെ വീട്ടിലും അവിടെ അല്പം ദേഷ്യം അവരുടെ വീട്ടിലുമുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഞാൻ ഇന്ന് വരെ മായം ചേർത്തിട്ടില്ല, വെള്ളം ചേർത്തിട്ടില്ല, നാളെ ചേർത്തുമില്ല. നമ്മൾക്ക് അതിന് ഇപ്പം നാളെ കൂടി ഒരാൾ തരാമെന്ന് പറഞ്ഞാൽ ഭാഷ എന്ന് പറഞ്ഞാൽ അവരോട് കൂടുതൽ ബഹുമാനവും സ്നേഹമൊന്നുമില്ല. എല്ലാവരും ഒന്നും കർത്താവിനെ അനുസരിക്കുന്നവരെ നമുക്ക് സ്നേഹം കൂടുതൽ കാണും. ഞാൻ ഒറ്റ ഒരു കാര്യം പറയാം. BBS നടന്നില്ല നമ്മുടെ ഇപ്പം. അപ്പം ഞാൻ സഭയിൽ അനൗൺസ് ചെയ്തു, ഞാൻ ഞായറാഴ്ച പറയാനിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു 6-7 കുട്ടികൾ കൂടെ നമ്മുടെ സഭയിൽ നിന്ന് പോകാമായിരുന്നു. ഞാൻ 3 പേരെ വിട്ടുള്ളൂ, കണ്ടായിരുന്നല്ലോ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അന്നാ പിറ്റേ ദിവസം പാസ്റ്ററെ എന്ത് വിവാദം എന്നുള്ള കുഞ്ഞുങ്ങളുമുണ്ടെന്ന്, ആ കുഞ്ഞുങ്ങൾക്ക് ഈ ക്ലാസ് ആവശ്യമാണെന്ന് എനിക്കറിയാം. അല്ലെ ഒരു ഇടയൻ അറിയത്തില്ലയോ മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങൾക്ക് എന്തോ വേണ്ടേ. ഞാനത് ആഗ്രഹിച്ചു. പലരും ഒന്നും റെസ്പോണ്ട് ചെയ്തു പോലും ഇല്ല. കാരണം അവർക്ക് ബുദ്ധിമുട്ടാണ്. നമ്മുടെ കൂടുതലും 10 കിലോമീറ്റർ ദൂരെ 8 കിലോമീറ്റർ ദൂരെ നിന്ന് വരുന്നതാണ് കൂടുതൽ ഫാമിലീസ്. പക്ഷേ ഞാൻ കോഴഞ്ചേരിയിൽ ഒരു മകളെ വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞിനെ നാളെ വിടണം. അവരോട് പറയാൻ കാരണം എൻ്റെ കൊച്ചുമകളുടെ പ്രായമാവുക. എപ്പോഴാണ് പാസ്റ്ററെ? രാവിലെ 8 മണിക്ക് അവൾ കോഴഞ്ചേരിയിൽ നിന്ന് ബസ് കയറി വന്ന് ഈ കുഞ്ഞിനെ വിട്ടിട്ട് പോവും. ഉച്ച വീട്ടിൽ പണി നടക്കുമോ? 100 എക്സ്ക്യൂസൊക്കെ പറയാമായിരുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നത് ഒത്തിരി അന്യഭാഷ പറയുന്നതിൽ ഒത്തിരി കൈയെടുക്കുന്നവരാണോ, ഞാൻ പറയുന്ന അനുസരിക്കുന്നതാണോ? അപ്പം അനുസരണത്തിന് അത്ര പവറാ. യേശുവും പറയുന്നുണ്ട് എന്നെ കർത്താവ് എന്ന് വിളിക്കുന്നവനല്ല. അപ്പം ഞാൻ ചോദിക്കുന്ന മുട്ടാളുടെ മേധസ്സിനേക്കാൾ ശൗല് പറഞ്ഞിട്ട് പെട്ടെന്ന് ശമലിനോട് പറഞ്ഞു താമസിച്ചപ്പം ഞാൻ യാഗം. അപ്പം അനുസരണം യേശുവിനെ സംബന്ധിച്ച് പറഞ്ഞെന്തോ ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനകത്തിരുന്നു. അപ്പം നമ്മൾ യേശു നമ്മൾ പല കാര്യങ്ങളും വേദോസ്ത്രീ പറയുന്നുണ്ട്, ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ ഇങ്ങനെ എഴുതി. പക്ഷെ നമ്മൾ ഇന്ന് കാലഘട്ടത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമുക്കൊരു സാക്ഷി. ഇപ്പം ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഈ കുടുംബജീവിതം ബാലൻസ് ചെയ്തു പോകുന്ന കാര്യം പറഞ്ഞില്ലേ? അത് പറയുന്നതിന് ഒരു മുമ്പ് ഈ വന്ന ഫ്ലോയ്ക്ക് ഇരുന്നുണ്ട്. നമുക്കിത് ഒരു ടിപ്പ് പോലെ എങ്ങനെ ഇത് പ്രാക്ടിക്കലി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ, നമ്മളെ ഈ ചേഞ്ചിനെ, അതായത് നമ്മൾ ആത്മീയതയിൽ വർദ്ധിക്കാൻ വേണ്ടി ഈ കുറ്റം പറയുന്ന നമ്മൾ ഫലം കായ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യാം? അത് ഞാൻ പറയാം. തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കേണ്ടത് ഇപ്പം ഞാൻ മനസ്സിലാക്കണം, ഞാൻ തെറ്റുകളും കുറവുള്ള വ്യക്തിയാണ്. ദൈവത്തിൻ്റെ നീതിയാൽ അവൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടൊരു വ്യക്തിയാണ് ഞാനിപ്പോൾ ഒരു ദൈവദാസനെ കുറിച്ചോ ഒരു പുരോഹിതനെ കുറിച്ചോ ഒരു ഹിന്ദു സഹോദരനെ കുറിച്ച് എന്തൊരു കാര്യങ്ങൾ വന്ന് ഞാൻ ഷെയർ ചെയ്യാറില്ല. എന്തോ വേദോസിൽ പറയുന്നില്ല, അപ്പൻ്റെ നഗ്നത കണ്ടപ്പോൾ ലവനെ ചെന്ന് എല്ലാവരോടും പറഞ്ഞു, മറ്റവൻ മറച്ചു. നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന പുതിയ നിയമത്തിൽ പറഞ്ഞു ഞാൻ നാഥാനാണ്, ഇല്ല ഞാൻ തെറ്റുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ആരാ. അതിന് പലരും പറഞ്ഞിട്ട് ആ വ്യക്തിയെ നേടണമെങ്കിൽ പേഴ്സണലി പറയാം. എനിക്ക് ബ്രദറിനെ തകർക്കണമെങ്കിൽ എനിക്ക് പരസ്യമായിട്ട് ചെയ്യാം, എനിക്ക് സ്നേഹത്തിൽ വന്ന് എനിക്ക് താക്കീത് ചെയ്യാം. അല്ല ചെറു പറഞ്ഞ സ്നേഹത്തിൽ താക്കീതിൽ അവർ കേൾക്കത്തില്ല. അതുകൊണ്ട് അത് പിന്നെ എങ്ങനെ റീച്ച് കിട്ടുന്ന വീഡിയോയ്ക്ക് അതൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ ആ ഭാഗത്തോട്ട് പോകുന്നില്ല. ഇതിനെ എങ്ങനെ നേടാമെന്ന് ചോദിച്ചാൽ സത്യസന്ധമായിട്ട് അന്തരംഗത്തിലോ സത്യമല്ലോ എന്ന് ഇച്ഛിക്കുന്ന ദാവീദ് പറയുന്നു. ഹൃദയത്തിൽ ഒരു നേര് വേണം. ഞാനിപ്പം എത്ര പാസ്റ്റ് കളിക്കാം, ഞാൻ സുവിശേഷകനാണ്. ഇപ്പം നിങ്ങൾക്കറിയാം ഞാൻ ഓർണമെൻറ്റ്സ് ഉപയോഗിക്കും, ഞാൻ എല്ലാ കാര്യങ്ങളും. പക്ഷെ ഞാൻ ഒരു കാര്യം ഞാൻ പറയും, എന്നെ ന്യായം വിധിക്കുന്നൊരു എൻ്റെ ഹൃദയങ്ങളെ അറിയുന്നൊരു ദൈവമുണ്ട്. ശമൂവേലിൻ്റെ ഇശ്ശായിയുടെ ഭവനത്തിൽ ഒത്തിരി നീളവും പൊക്കമുള്ളവനൊക്കെ ഉണ്ടാണ് ശൗലിൻ്റെ പട്ടാളത്തിൽ, ഇല്ലേ? ശൗലി എന്തിച്ച് ഓരോരുത്തരുടെ തലയിൽ ഒഴിക്കാവുന്നു. ശമൂവേൽ. പക്ഷേ അവിടെ ദൈവം പറഞ്ഞു ഇല്ല മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, മുഖം നോക്കുന്നു, ദൈവമോ അന്തര്യങ്ങളെ. ദാവീദിന്റെ ഹൃദയം ദൈവം കണ്ടു, അല്ലേ? റോമർ 2 വരുമ്പോൾ പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ള പരിച്ഛേദനയല്ല, അകമേ യഹൂദനായത്ര യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന എത്ര പരിച്ഛേദന. അവന് മനുഷ്യരല്ല ആരും പ്രതിഫലം തേക്കുന്നു പോയിച്ച ദൈവത്തിൽ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു ഞാൻ പൂപ്പന്മാരെന്നും എന്നെ ഒന്നും പഠിപ്പിച്ചിട്ട് ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ. ഞാൻ മുമ്പേ പറഞ്ഞ മറുപടിയാണ്. നമുക്കൊരു സത്യം, നമ്മൾ വചനം വായിക്കും, ഞാനൊരു വിശ്വാസി. ചിലപ്പോൾ നമുക്ക് കോപവും പ്രയാസങ്ങളൊക്കെ വരാം. തെറ്റുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാം. ഞാൻ പറഞ്ഞിട്ട് തെറ്റ് ചെയ്തെങ്കിൽ കുഞ്ഞുങ്ങളോട് പോലും ഞാൻ ചില സമയത്ത് ഞാൻ പറയാം, എന്തെങ്കിലും കുറവ് വന്ന മോനെ പപ്പാടെ നിർത്താൻ സാഹചര്യം കൊണ്ട് പറയാൻ നമ്മൾ തയ്യാറാകണം. ഈ മാറ്റങ്ങൾ നമ്മളിൽ മാറ്റം വരണം.